ഓക്കെ. ലണ്ടൻ ലണ്ടൻ ഗിൽ സോങ്ങിൽ എടുത്തൊരു എൻട്രിയാണിത്. ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ്. that was so smooth. ഒരു ക്ലീൻ റണ്ണായിരുന്നു. ചെറിയൊരു സ്കാൽപ്പ്. പക്ഷെ ഞാനത് ഇത്ര പെട്ടെന്ന് നടത്തുന്നതിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. അവരൊരു വോളിംഗ് ഗ്യാപ്പിൽ നിന്ന് സെൽ ഓഫ് ആൻഡ് ഈക്വൽ ലോസ് ഉണ്ടായിരുന്ന റിലേറ്റീവ് ഈക്വൽ ലോസ് ബൈ സൈഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് അത് സ്വീപ്പ് ഔട്ട് ചെയ്തു. സോ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. റീട്രേസ്മെൻറ്റ്, മാനിപ്പുലേഷൻ, ലിക്വിഡിറ്റി സ്വീപ്പ് അതാണ് കൺസിഡർ ചെയ്തത്. സോ അതായിരുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ കണ്ടൊരു സെറ്റപ്പാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു മീ ആ ഒരു ഏരിയയിൽ പ്രൈസിൻ്റെ ഒരു ക്ലീൻ റണ്ണുണ്ട്. ES-ലൊരു ക്ലീൻ ഒരു മിറ്റിഗേഷനും കാണാമായിരുന്നു 15 മിനിറ്റ്സിൽ. ഇവിടെ ഒരു മിറ്റിഗേഷൻ DXL സോറി ES-ൽ 1 മിനിറ്റിലാണ്. അതാ ഇവിടെ ഒരു മിറ്റിഗേഷൻ എന്നിട്ട് ബെയറിഷ്. സോ അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഒരു ചെറിയ റീട്രേസ്മെൻറ്റിന് വേണ്ടി നോക്കുവാണ്. 5 മിനിറ്റ്സിൽ 1 മിനിറ്റിൽ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് DXY നോക്കുവാണ്. DXY മേജർ ലിക്വിഡിറ്റി 5 മിനിറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൽ ഓഫ് നോക്കുന്നതിൽ കാര്യമില്ല. ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മേജറായിട്ടുള്ളൊരു അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് 5 മിനിറ്റ്സിൽ. ഇതൊരു വിക്കാണ്, ഇതിൻ്റെ ഒരു മിറ്റിഗേഷനുമാണ് ഇവിടെ. എനിക്ക് 1 മിനിറ്റിൽ ഒരു റീട്രേസ്മെൻറ്റ് തന്നെങ്ങനെയാണ് പ്രൈസ് ക്ലീനായിട്ട് പ്ലേ അപ്പ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഏരിയയിൽ റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ നിന്നൊരു എൻട്രീസ്, പോസിബിൾ എൻട്രീസ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഇത് ഇൻവാലിഡേറ്റ് ചെയ്യോ ഇൻവേർട്ട് ചെയ്യോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു സെൽ സൈഡ് സ്വീപ്പ് ചെയ്തിട്ട് ബൈ സൈഡിലേക്ക് റണ്ണും കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിൽ പ്രൈസിൻ്റെ റണ്ണ് നോക്കിയിട്ട് ഇൻവാലിഡേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. റാൻഡംലി പ്രസ് ചെയ്യുന്നില്ല ബട്ടൺ, ജസ്റ്റ് വാച്ച് ചെയ്യുന്ന പ്രൈസിന്. ലിക്വിഡിറ്റി ഒരു ഈക്വൽ ലോസ് പ്രൈസ് സ്വീപ്പ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൈയിങ് ഫ്രം ദർ. ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു ലോ ആയിരിക്കും. TP ഞാൻ ഇതായിട്ട് കൺസിഡർ ചെയ്യണം. ഈ ഒരു ഹൈ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അത് ഓൾമോസ്റ്റ് 1:2 എബോവ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. 1:2 ഉണ്ട്. ബൈ സൈഡ് സ്വീപ്പ് ചെയ്തു ഉള്ള റണ്ണാണ് കൺസിഡർ ചെയ്തത്. സോറി, സെൽ സൈഡ് സ്വീപ്പ് ചെയ്തുള്ള റണ്ണാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പ്രൈസ് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു വോളിംഗ് ഗ്യാപ്പിൽ അവിടെ നിന്ന് ഇൻവേർട്ട് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷെ നോക്കാം എങ്ങനെ പ്രൈസ് പ്ലേ അപ്പ് ചെയ്യുന്നുള്ളത്.
ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവുമേ. ലൈറ്റ് ഒന്നും ഇട്ടിട്ട് ലൈറ്റ് കറക്റ്റ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുകയാണ് വീഡിയോ, എന്താണെന്ന് പോലും അറിയില്ല. ജസ്റ്റ് എൻ്റെ മൈസെൽഫിനെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. 15 മിനിറ്റ്സിലേക്ക് പോകുന്നു. 15 മിനിറ്റ്സിൽ എനിക്ക് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് വാച്ച് ചെയ്യാം പ്രൈസിന് എന്താണ് പ്ലേ ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് വാച്ച് ചെയ്യാം. ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇവിടെ, പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുമോ അതോ പ്രൈസ് ബുള്ളിഷ് ആകുമോ? സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. വി ഹാവ് സെൽ സൈഡ് ഹിയർ, ബട്ട് സ്റ്റിൽ ഒരു ലിറ്റിൽ റീട്രേസ്മെൻറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് ഞാനിവിടെ ബൈ നോക്കാനുള്ള മെയിൻ റീസൺ. പിന്നെ ഈ ഒരു ഏരിയയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു ഒരു റീട്രേസ്മെൻറ്റ് വേണമെങ്കിൽ നോക്കാം. പ്രൈസിൻ്റെ ഡെലിവറി 5 മിനിറ്റ്സിൽ എന്തെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയ രീതിയിലുള്ളൊരു സ്പ്രെഡ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലണ്ടൻ ടൈമിൽ നാസ് ട്രേഡ് ചെയ്യുന്ന അത്ര ക്ലീൻ അല്ല, ബട്ട് സ്റ്റിൽ ലണ്ടനാണ് ഏറ്റവും കൂടുതൽ ഇരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ലണ്ടനിൽ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് പ്ലേ അപ്പ് ചെയ്യട്ടെ, ബാക്കി കാര്യം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെക്കൻഡ് ഡേയുടെ ഞാൻ സെക്കൻഡ് ഡേ ലാസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. ലണ്ടനിലെടുത്തൊരു ട്രേഡ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ ഞാൻ ട്രേഡ് ചെയ്യാനിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അപ്പം അവൻ ആ ഒരു സമയത്ത് ലൈവ് കോളിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പം സെക്കൻഡ് ഡേയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അക്കൗണ്ട് ഓൾമോസ്റ്റ് 3.7% അപ്പിലാണ്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വേണ്ടതെന്ന് പറയുന്നത് 3000 ആണ്. ഇപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1800 ആണ്. ഇനി ഒരു 1200 ആണെങ്കിൽ നമുക്ക് ഈ ചലഞ്ചിലെ പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റാവും. അതാണ്. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ട്രേഡ് കാണിച്ചു തരാണെങ്കിൽ എക്സിക്യൂഷൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ എക്സിക്യൂഷനകത്ത് കാണിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ട്രേഡ് കാണിച്ചു തരാണെങ്കിൽ മെയിനായിട്ട് ഇന്നലെ ഒരു ലണ്ടൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നില്ല. ലണ്ടൻ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ആണെങ്കിൽ ന്യൂയോർക്കിൻ്റെ പ്രൈസിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തത് ഒരു 9:30 ഒരു ഓപ്പൺ മാനിപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്തു. 15 മിനിറ്റ്സിൽ 9:30 ഓപ്പൺ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ ഒരു ക്ലീൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത്, ഈ ഹൈ ഞാൻ 4 ഹവറിൻ്റെ ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് മിറ്റിഗേഷനായിട്ട് കൺസിഡർ ചെയ്ത്. കണ്ടോ, ഇതിൻ്റെ ഒരു റിജക്ഷൻ ബ്ലോക്കിലൊരു മിറ്റിഗേഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു ഈ ഒരു ഏരിയയിൽ. ഐ മീൻ ഈ ഒരു മിറ്റിഗേഷൻ ഈ ഒരു ടൈമിൽ 9 മണി 9:30 ആ ഒരു ടൈമിൽ അവിടെ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ 1 മിനിറ്റിലൊക്കെ എൻട്രീസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ ഈ ഒരു ഏരിയയിൽ എൻട്രീസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എൻട്രി എടുത്തത് ഒരു ലോസ് ആയിരുന്നു, SL അടിച്ചു. ലൈക്ക് ഇവിടെ ഞാൻ ഈ ഒരു എൻട്രി ഇവിടെ എടുത്തു. ഐ മീൻ ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തു, ഇവിടുന്ന് ഒരു എൻട്രി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ട് നോക്കിയത് ഈ ഒരു ഏരിയയിലാണ് ഷോർട്ട് നോക്കിയത്. സംവെയർ അറൗണ്ട് കറക്റ്റ് ആ എക്സിക്യൂഷൻ എനേബിൾ അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഞാൻ ഷോർട്ട് നോക്കിയത് അത് SL ആയിരുന്നു. അപ്പം പ്രോബ്ലി അറൗണ്ട് ഈ ഒരു ഏരിയയിലാണ്. അതായത് ഈ ഒരു മൂവ് കഴിഞ്ഞതിന് ശേഷം
പ്രൈസ് റീട്രേസ്മെൻറ്റ് വന്നു, പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തു, സ്വിങ് ഒരു ബ്രേക്കറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഗ്യാപ്പിൽ ഇവിടെയാണ് ഞാൻ ഷോർട്ട് ചെയ്തത്, ഈ ഒരു ഏരിയ ഷോർട്ട് ചെയ്ത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഹൈയിലാണ് വെച്ചത്. ഇവിടെ വെക്കുന്നതിലും കുറച്ചുകൂടി ഇവിടെ വെച്ച് ഞാൻ റിസ്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 1% ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 1% ആവട്ടെ റിസ്കിന് ഇങ്ങനെ കൺസിഡർ ചെയ്തു. അങ്ങനെ പ്രൈസ് എന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പ്രൈസ് അത്യാവശ്യം ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ബിൽഡ് ചെയ്ത് റൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഹൈസ് റിലേറ്റീവ് ഈക്വൽ ഹൈസ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ 50 മിനിറ്റ്സിലേക്ക് വന്നു. അപ്പോൾ 50 മിനിറ്റ്സിൽ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തു. ആ സമയം തന്നെയാണ് ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തത്. ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു സെറ്റപ്പ് അവിടെ പ്ലേ അപ്പ് ചെയ്തപ്പോൾ ഞാനൊരു ബൈയും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ബൈയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സെറ്റപ്പാണ്. ഇവിടെ നിന്നൊരു ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ബൈ ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ ബൈ ചെയ്തു. അത്യാവശ്യം ഈ ഒരു റൺ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഇന്നലത്തെ ന്യൂയോർക്കിലെ ട്രേഡ്. അപ്പോൾ അത് രണ്ടും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം ട്രേഡ് ക്ലോസ് ചെയ്തു. അപ്പം ഇന്ന് CPI ഉണ്ട്. CPI ഉള്ള ഡേ ആണ്. ഫോറക്സ് ഫാക്ടറി ഇന്ന് CPI ഉണ്ട്. അപ്പം മിക്കവാറും ഇന്ന് അറിയില്ല എങ്ങനെയുണ്ട്. ഞാൻ ലണ്ടനിൽ ട്രേഡ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ ഫോറക്സിൽ കാണുന്ന ചില ഏരിയാസിൽ എനിക്ക് ആ ഒരു പ്രൈസ് ആൻഡ് ടൈം എനിക്ക് ഇതിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഞാൻ മിക്കവാറും ലണ്ടൻ ഇനി നോക്കണം. ലണ്ടൻ ചിലപ്പോഴേ നോക്കത്തുള്ളൂ. കാര്യം നമുക്ക് വൈകിട്ട് ന്യൂസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ലണ്ടൻ റെഡി ചെയ്യത്തില്ല. ജസ്റ്റ് വാച്ച് ചെയ്യത്തേ ഉള്ളായിരിക്കും. ഫോറക്സ് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ ഈ ഒരു പ്രൈസിൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ഈ ഒരു ന്യൂസ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടോ നോക്കും. ഈ അധികം പുഷ് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ നിയർ ബൈ പ്രോഫിറ്റ്. $1,200 കൂടെ മതി. ഓൾമോസ്റ്റ് 2% ഓഫ് ദി അക്കൗണ്ട് കൂടെ മതി. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം സെക്കൻഡ് ഡേ അവിടെ എൻഡ് ആകുവാണ്. ഓക്കെ, തേർഡ് ഡേയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. എനിവേ, താങ്ക് യു.